കേരള ഹൈക്കോടതിയുടെ ഇ-ഫയലിംഗ് സംവിധാനത്തേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ക്വിക്ക് ഇ-ഫയലിംഗ് സംവിധാനമാണ്. ആദ്യമായി ഹൈക്കോടതിയുടെ വെബ്സൈറ്റിലെ ഇ-ഫയലിംഗ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇ-ഫയലിംഗ് പോർട്ടൽ ഓപ്പൺ ആകുന്നതാണ്. ഇ-ഫയൽ പോർട്ടലിൻ്റെ ലിങ്ക് ecourts.kerala.gov.in/digicort ആണ്. ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ലോഗിൻ പേജാണ് കിട്ടുന്നത്. അതിൽ സൈൻ അപ്പ് ചെയ്യുവാനുള്ള സംവിധാനമുണ്ട്. ഇതിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് രജിസ്റ്റർ ചെയ്യുവാനുള്ള സംവിധാനവുമുണ്ട്. ഒരിക്കൽ രജിസ്റ്റർ ചെയ്തയാൾക്ക് ഇതിൽ യൂസർ ഐഡിയും പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്തതിനു ശേഷം ഓൺലൈൻ ഫയലിംഗ് എന്ന ഓപ്ഷനിൽ നിന്നും ക്വിക്ക് ഇ-ഫയലിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ കേസ് ടൈപ്പ്, സബ്ജക്റ്റ്, കാറ്റഗറി എന്നീ 3 വിഷയങ്ങൾ എൻ്റർ ചെയ്യുക. കേസിൻ്റെ കൂടെ IA ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. എത്ര IA ഉണ്ട് എന്നതിനനുസരിച്ച് അതിൻ്റെ നമ്പർ കൊടുക്കുക. ഫയലിംഗ് നേച്ചർ എന്നുള്ളതിൽ അർജൻറ്റോ നോർമലോ എടുക്കുക. അർജൻറ്റ് ആണെങ്കിൽ ടുഡേ, ടുമോറോ, ഡേ ആഫ്റ്റർ ടുമോറോ എന്നീ ഓപ്ഷൻസ് ഉണ്ട്. അതിനുശേഷം പ്രൊസീഡ് ക്വിക്ക് ഫയലിംഗ് എന്ന ബട്ടൺ അമർത്തുക. അപ്പോൾ ഇ-ഫയലിംഗ് നമ്പർ ജനറേറ്റ് ആകും. അടുത്തതായി പെറ്റീഷണറുടെയും റെസ്പോണ്ടൻറ്റിൻ്റെയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന ഭാഗമാണ്. ആദ്യം പെറ്റീഷണറുടെ പേര്, ജെൻഡർ, ഏജ്, അഡ്രസ്, പിൻകോഡ് എന്നിവ എൻ്റർ ചെയ്യുക. ഓർഗനൈസേഷൻ ആണെങ്കിൽ ഓർഗനൈസേഷൻ യെസ് കൊടുക്കുക. അതിനുശേഷം സേവ് അമർത്തുക. അതിനുശേഷം ഓക്കെ അമർത്തുക. ഒന്നിൽ കൂടുതൽ അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ അഡ്വക്കേറ്റ് നെയിം കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. അടുത്തതായി റെസ്പോണ്ടൻറ്റിൻ്റെ പേരും അഡ്രസ്സും പിൻകോഡും എൻ്റർ ചെയ്യുക. അതിനുശേഷം സേവ് അമർത്തുക. അതിനുശേഷം ഓക്കെ അമർത്തുക. അടുത്തതായി ആക്റ്റും സെക്ഷനും ഫില്ല് ചെയ്യേണ്ടതാണ്. ആദ്യം ആക്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം ആക്റ്റിലെ ഏത് സെക്ഷനാണോ ആ സെക്ഷൻ എൻ്റർ ചെയ്യുക. അതിനുശേഷം സേവ് അമർത്തുക. അതിനുശേഷം ഓക്കെ അമർത്തുക. ഒന്നിൽ കൂടുതൽ ആക്ട് ഉണ്ടെങ്കിൽ ആഡ് മോർ എന്ന ഓപ്ഷനും ഉണ്ട്. അടുത്ത ഭാഗം സബോർഡിനേറ്റ് കോഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ളതാണ്. സബോർഡിനേറ്റ് കോഡ് ഡീറ്റെയിൽസ് ഉള്ള കേസുകളാണെങ്കിൽ സബോർഡിനേറ്റ് കോഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. അതിനുശേഷം പ്രയർ ഡീറ്റെയിൽസ്, ഇൻ്ററിം റിലീഫ് ഡീറ്റെയിൽസ്, ഗ്രൗണ്ട്സ് എന്നീ ഭാഗങ്ങൾ ഫില്ല് ചെയ്യുക. അതിനുശേഷം സേവ് എന്ന ബട്ടൺ അമർത്തുക. അതിനുശേഷം ഓക്കെ അമർത്തുക. ഇത്രയും കഴിയുമ്പോൾ ഒന്നാം ഭാഗം പൂർത്തിയായി. അടുത്തതായി കേസ് ഫയൽസ് അപ്ലോഡ് ചെയ്യുക. കേസ് ഫയൽസ് അപ്ലോഡ് ചെയ്തതിനു ശേഷം സേവ് എന്ന ബട്ടൺ അമർത്തുക. കേസിലെ എല്ലാ ഡോക്യുമെൻറ്റ്സും ആഡ് ചെയ്യേണ്ട സ്ഥലം ഇതാണ്. പ്ലസ് എന്ന ബട്ടൺ അമർത്തി ഒന്നിൽ കൂടുതലുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം ആഡ് ചെയ്യുക. അടുത്തതായി ഇ പേയ്മെൻറ്റ്സ് ടാബാണ്. അതിൽ കോഡ് ഫീ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. കോഡ് ഫീ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിനു ശേഷം പ്രൊസീഡ് ടു പേ വയ ഇ ട്രഷറി എന്ന ബട്ടൺ അമർത്തുക. ഈ പേയ്മെൻറ്റ് പോർട്ടലിൽ പലവിധ ബാങ്കുകളുടെ നെറ്റ് ബാങ്കിംഗ് സൗകര്യവും ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് പേയ്മെൻറ്റിൻ്റെ സൗകര്യവും UPI പേയ്മെൻറ്റിൻ്റെ സൗകര്യവും റീറ്റെയിൽ ബാങ്കിംഗ്, കോർപ്പറേറ്റ് ബാങ്കിംഗ് സൗകര്യവുമുണ്ട്. പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം അടുത്തതായി സബ്മിറ്റ് എന്ന സെക്ഷനിലേക്ക് പോകാം. സബ്മിറ്റ് എന്ന സെക്ഷനിൽ ജനറേറ്റ് ഡോക്കറ്റ്, ജനറേറ്റ് ഇൻഡെക്സ്, ജനറേറ്റ് കേസ് ഫയൽസ് എന്നീ 3 ബട്ടണുകളുണ്ട്. ജനറേറ്റ് ഡോക്കറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡോക്കറ്റ് ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നതാണ്. ജനറേറ്റ് ഇൻഡെക്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻഡെക്സ് കാണാൻ പറ്റുന്നതാണ്. ജനറേറ്റ് കേസ് ഫയൽസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കേസ് ഫയൽസ് കാണാൻ പറ്റുന്നതാണ്. ഇതിനുശേഷം ഗെറ്റ് OTP ഫോർ വെരിഫിക്കേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു 4 അക്ക OTP നമ്പർ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കും ഇമെയിലിലേക്കും വരുന്നതാണ്. ആ OTP നമ്പർ എൻ്റർ ചെയ്ത് സബ്മിറ്റ് എന്ന ബട്ടൺ അമർത്തുക. ഇപ്പോൾ നിങ്ങൾ ഇ-ഫയലിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നു. നിങ്ങൾ ഫയൽ ചെയ്ത കേസിൻ്റെ സ്റ്റേറ്റസ് അറിയുവാൻ മൈ കേസ് ഉപയോഗിക്കാവുന്നതാണ്.